നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 15, 2026 ഞായർ. അങ്ങനെ നാളെ മുതൽ നമ്മൾ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ AI ഉയർത്തുന്ന ഭീഷണിയെ തുടർന്നും കൂടാതെ യുഎസിൽ നിന്നും സ്ട്രോങ് ആയിട്ട് വന്ന ജോബ് ഡാറ്റയും തുടർന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റതിന്റെ ഫലമായിട്ടും ഇന്ത്യൻ IT മേഖലയ്ക്ക് അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല അത് ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിക്കും സെൻസെക്സിനും 1% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നോക്കൂ, ഈ ആഴ്ചയിലേക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് അനിശ്ചിതത്വം നേരിടുന്നുണ്ട്. കാരണം IT മേഖലയിലെ വിൽപ്പനയിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഇടിവും തിരിച്ചുവരവിനുള്ള സാധ്യതയും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. കൂടാതെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ US പണപ്പെരുപ്പ ഡാറ്റയും വരാനിരിക്കുന്ന GDP കണക്കുകളും പലിശ നിരക്ക് പ്രതീക്ഷകളെ രൂപപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒഴുക്ക്, ഡോളറിനെതിരായിട്ടുള്ള രൂപയുടെ ചലനം തുടങ്ങി ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ബുധൻ വ്യാഴം ട്രേഡിംഗ് സെഷനുകളിൽ ഇൻഫോസിസ് വിപ്രോ ADRകൾക്ക് 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് മാത്രം 14% അതിശക്തമായ സെല്ലിംഗ് നേരിടേണ്ടി വന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കുകയും ചെയ്തു. അതായത് വ്യാഴം വെള്ളി ട്രേഡിംഗ് സെഷനുകളിൽ നിഫ്റ്റി ITക്ക് അതിശക്തമായ സെല്ലിംഗും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല കഴിഞ്ഞതിന്റെ മുൻപത്തെ ആഴ്ചയിൽ അവസാന ട്രേഡിംഗ് സെഷനുകളിൽ ആന്ത്രോപിക് റിലേറ്റഡ് ആയിട്ടുള്ള ഭീഷണി വന്നതിനെ തുടർന്ന് തുടർച്ചയായ അവസാന 8 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഇന്ത്യൻ IT മേഖലയിൽ നിന്നും 5.7 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയി പോകുകയും ഉണ്ടായി. തൽഫലമായി നിഫ്റ്റി ITക്ക് ഈ 8 ട്രേഡിംഗ് സെഷന് കൊണ്ട് 19% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയും ഉണ്ടായി. എന്നാൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം കാര്യങ്ങൾ മാറി മറിയുകയുണ്ടായി. ഇൻഫോസിസ് ADRന് 3%, വിപ്രോ ADRന് 4% നേട്ടത്തോടുകൂടി തന്നെ US മാർക്കറ്റിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ IT സ്റ്റോക്കുകളുടെ പ്രകടനം അതിസൂക്ഷ്മമായിട്ട് തന്നെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കാരണം അവസാന 2 ആഴ്ചയിൽ എന്ന പോലെ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നത് IT മേഖലകളിൽ ഉടലെടുക്കുന്ന ചലനങ്ങൾ തന്നെയാണ്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് എന്നതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും ഒരേപോലെ കാത്തിരുന്നതായിരുന്നു. യുഎസിൽ നിന്നുമുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ്. അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം 2.5% ഇൻഫ്ലേഷൻ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നതെങ്കിൽ ആക്ച്വലി 2.4% റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. മാർക്കറ്റിലെ നിക്ഷേപകരെയും ഏറ്റവും ആശങ്കയിലാക്കിയിരുന്ന ഒരു ഘടകം കഴിഞ്ഞ ആഴ്ചയിൽ യുഎസിൽ നിന്നും ജോബ് ഡാറ്റ സ്ട്രോങ് ആയിട്ട് വന്നതിനെ തുടർന്ന് വരാനിരിക്കുന്ന ഫെഡ് പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻഫ്ലേഷൻ ഡാറ്റ വീണ്ടും ഫെഡിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് ചെറിയ പ്രതീക്ഷകൾക്ക് തിരികൊളുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ നാളെ ഇന്ത്യൻ മാർക്കറ്റിലും യുഎസിൽ നിന്നും വെള്ളിയാഴ്ച റിലീസ് ചെയ്യപ്പെട്ട ഇൻഫ്ലേഷൻ ഡാറ്റയുടെ പ്രതിഫലനം നാളെ പ്രകടമാവുകയും ചെയ്യും. ഈ മാസം ഫെബ്രുവരി മാസത്തില് വെള്ളിയാഴ്ച കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് 11 ട്രേഡിംഗ് സെഷനുകൾ പൂർത്തിയാക്കുകയുണ്ടായി. 11 ട്രേഡിംഗ് സെഷനിൽ ആകെ 3 ട്രേഡിംഗ് സെഷനിൽ ഒഴികെ ബാക്കി എല്ലാ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ചെറിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബയേഴ്സ് ആയിട്ട് തുടരുകയും ചെയ്തു. മാത്രമല്ല നെറ്റ് ബയേഴ്സുമായിരുന്നു അവർ ഇന്ത്യൻ മാർക്കറ്റിൽ. എന്നാൽ വെള്ളിയാഴ്ച മാർക്കറ്റിനെ നിക്ഷേപകരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ട് തന്നെ 7395.41 കോടി രൂപയ്ക്ക് ഹെവി സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരികയും ഉണ്ടായത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ നിക്ഷേപകരെയും സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. എന്നാൽ അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച 5553.96 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. സോ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിൽ അതിശക്തമായ ഒരു ഇടിവ് നേരിടുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് തന്നെയാണ്. മാത്രമല്ല വെള്ളിയാഴ്ച ഉണ്ടായ ഹ്യൂജ് സെല്ലിംഗിന്റെ ഫലമായിട്ട് 1137.56 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ലേഴ്സ് ആയിട്ട് മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി വീണ്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഹ്യൂജ് സെല്ലിംഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിന് ദോഷകരമായി തന്നെ മാറും. മറിച്ചാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയും ചെയ്യും. ജനുവരി മാസം ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല 92 എന്ന ലെവലും മറികടക്കുകയും ചെയ്തു. എന്നാൽ 3-ാം തീയതി സർപ്രൈസ് ആയിട്ട് വന്ന ഇന്ത്യ US ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തിയാർജിക്കുന്ന കാഴ്ചയാണ് ഫെബ്രുവരി മാസത്തെ ആദ്യ ആഴ്ചയിൽ കാണുവാനായിട്ട് സാധിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ ആഴ്ച, അതായത് ഈ മാസത്തെ 2ാമത്തെ ആഴ്ചയിൽ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. എങ്കിലും വീക്ക്ലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ചയിൽ 5 പൈസയുടെ നഷ്ടം അമേരിക്കൻ
അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടതായിട്ടും വന്നു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും അമേരിക്കൻ ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ പ്രകടനവും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് പ്രത്യക്ഷമായി തന്നെ അത് ഇക്വിറ്റി മാർക്കറ്റിനെ പ്രഷർ ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വികർഷിക്കുന്ന ഒരു പ്രധാന ഘടകമായതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കും. കഴിഞ്ഞ 3-ാം തീയതി സർപ്രൈസ് ആയിട്ട് യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യ യുഎസ് ട്രേഡ് താരിഫിൽ ഉണ്ടാക്കിയ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റിക്ക് ഈ മാസം 2-ാം തീയതിക്ക് ശേഷം 25,500 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,500 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുമുണ്ട്. തുടർന്ന് 25,550, 25,600 എന്നീ ലെവലുകളിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും നിഫ്റ്റിക്ക് ഫേസ് ചെയ്തേക്കാം. കാരണം ഈ ലെവലുകൾക്കിടയിലായിട്ടാണ് നിഫ്റ്റിയുടെ 20-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജും നിലകൊള്ളുന്നത്. എന്നാൽ അതേസമയം 25,700 എന്ന ലെവലും കൂടാതെ അതിഭീകരമായ ഒരു റെസിസ്റ്റൻസ് ലെവലായ 25,800 എന്ന ലെവലും നിഫ്റ്റിക്ക് അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 26,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയില്ല. 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് നിലവിലെ റെക്കോർഡ് ഹൈയിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ. എന്നാൽ അതേസമയം 25,400, 25,300 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് മാത്രമല്ല ക്രിട്ടിക്കൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. കാരണം ഈ ലെവലുകൾക്കിടയിലായിട്ടാണ് നിഫ്റ്റിയുടെ 200-ഡേ EMA നിലനിൽക്കുന്നതും. എന്നിരുന്നാൽ കൂടിയും 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് തന്നെയാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് ഇന്ത്യയിൽ നിന്നും ജനുവരി മാസത്തെ WPI ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. കൂടാതെ ബാലൻസ് ഓഫ് ട്രേഡ്, അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയ ഡാറ്റകളുടെ റിലീസ് വൈകുന്നേരം 4 മണിയോട് കൂടിയുമുണ്ട്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകൾ ഈ ആഴ്ചയിലും ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യാനും ഇരിപ്പുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം ഓരോ ഇവന്റുകളും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ തന്നെ മെൻഷൻ ചെയ്യാം പ്രത്യേകമായി. കൂടാതെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ഈ ആഴ്ചയിൽ നിറഞ്ഞ ഒരാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി യുഎസിൽ നിന്നും ലൈക്ക് ബിൽഡിംഗ് പെർമിറ്റ്സ്, ഹൗസിംഗ് സ്റ്റാർട്ട്സ്, FOMC മിനിറ്റ്സ് തുടങ്ങി ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റുകളും നിറഞ്ഞ ഒരാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നതും. ഇവയുടെ വിശദാംശങ്ങളും എല്ലാ ദിവസവും രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട ഇവന്റുകൾ മെൻഷൻ ചെയ്യാം. വെള്ളിയാഴ്ച യുഎസിൽ നിന്നും Q4-ലെ GDP ഡാറ്റയുടെ റിലീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും യുഎസിൽ നിന്ന് വരാൻ വേണ്ടി പോകുന്ന GDP ഡാറ്റകൾ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കും. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ സ്ട്രോങ് ആയിട്ട് വന്ന ജോബ് ഡാറ്റയെ തുടർന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് മങ്ങലേറ്റെങ്കിലും കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യപ്പെട്ട ഇൻഫ്ലേഷൻ ഡാറ്റ പ്രതീക്ഷകൾക്ക് വീണ്ടും പുതിയ നാളം കൊളുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നിക്ഷേപകരും ഇനി കാത്തിരിക്കുന്നത് യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന GDP ഡാറ്റയുടെ റിലീസിന് വേണ്ടി തന്നെയാണ്. കാരണം വരാനിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ GDP ഡാറ്റയ്ക്കും പ്രധാന പങ്കുള്ളതിനാൽ തന്നെ വെള്ളിയാഴ്ച സിംഗിൾ ഡേയില് 13.3% ഉയർച്ചയാണ് ഇന്ത്യ വിക്സിൽ രേഖപ്പെടുത്തുകയും ഉണ്ടായത്. ഈ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായ 1-ാം തീയതിയില് ബഡ്ജറ്റ് ഡേ ആയിരുന്നെങ്കിൽ കൂടിയിട്ടും ഇത്രയും ഉയർച്ച ഇന്ത്യ വിക്സിൽ രേഖപ്പെടുത്തുകയും ഉണ്ടായില്ല. തൽഫലമായി ഈ മാസം 2-ാം തീയതിക്ക് ശേഷം വീണ്ടും ഇന്ത്യ വിക്സിന് 13 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വരികയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യ വിക്സും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ത്യ വിക്സിന് കൂൾ ഓഫ് ആകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിന് ഗുണകരമായി മാറും. ഇതിനെല്ലാം പുറമെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും നിലവിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാണുവാനായിട്ടും സാധിക്കുക. എസ്പെഷ്യലി ഇറാനും യുഎസും തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ലെങ്കിൽ കൂടിയിട്ടും യുഎസിൽ നിന്നുമുള്ള അഡീഷണൽ എയർക്രാഫ്റ്റ് കാരിയേഴ്സും ആയിരക്കണക്കിന് വരുന്ന ട്രൂപ്സും മിഡിൽ ഈസ്റ്റിലേക്ക് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇരുഭാഗത്ത് നിന്നും ഒഫൻസീവും ഡിഫൻസീവ് മിലിറ്ററി കേപ്പബിലിറ്റീസും വർദ്ധിപ്പിച്ചുകൊണ്ടുമിരിക്കുന്നു. ആയതിനാൽ തന്നെ ജിയോ പൊളിറ്റിക്കൽ നടപടികളും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. BSE ഫോക്കസ്ഡ് മിഡ് ക്യാപ് ഇൻഡെക്സിൽ ഡെറിവേറ്റീവുകൾ ആരംഭിക്കുവാൻ സെബിയുടെ ഭാഗത്ത് നിന്നും അനുമതി ലഭിക്കുകയുണ്ടായി. ടോറന്റ് ഫാർമ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 26% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ
ഫൈനാൻസിലും 17.6% വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ 29 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഐനോക്സ് വിൻഡ് സ്റ്റാൻഡ് അലോൺ നെറ്റ് പ്രോഫിറ്റിൽ 115% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 17% വർധനവും രേഖപ്പെടുത്തി. ഓല ഇലക്ട്രിക് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 564 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഇത്തവണ 487 കോടി രൂപയായി നഷ്ടം കുറയ്ക്കുകയുണ്ടായി. റവന്യൂവില് അതേസമയം 55% ഇടിവും രേഖപ്പെടുത്തുകയും ചെയ്തു. സൈഡസ് ലൈഫ് സയൻസ് ഡ്രൈ സ്കിന്നിന്റെ ചികിത്സയ്ക്കായി അമോണിയം ലാക്ടോറ്റ് ക്രീമിന് US FDA ഭാഗത്ത് നിന്നും കമ്പനിക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. മണപ്പുറം ഫൈനാൻസ് സംയുക്ത നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള ബെയിൻ ക്യാപിറ്റലിന്റെ ബിഡിന് RBI അംഗീകാരം നൽകുകയും ചെയ്തു. അനുപം രസായൻ നെറ്റ് പ്രോഫിറ്റിൽ 12% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ റവന്യൂവിലും 31.35% വർധനവും രേഖപ്പെടുത്തി. GMR എയർപോർട്ട്സ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 14% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. നാറ്റ്കോ ഫാർമ പ്രമേഹത്തിനും ശരീരഭാരം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള സെമാഗ്ലൂട്ടൈഡ് മരുന്ന് മാർച്ചിൽ ഇന്ത്യയിൽ കമ്പനി പുറത്തിറക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. സിഞ്ചൻ ഇന്റർനാഷണൽ 2014-15 വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 25.48 കോടി രൂപയുടെ ടാക്സ് റീഫണ്ട് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭ സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.